Are you familiar with the concept of evolution? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് വരാൻ പോകുന്ന കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് തീപ്സ് എന്നുള്ള മൂവിനെ പറ്റി നമ്മൾ കുറേ കാര്യങ്ങൾ പല വീഡിയോസായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ 1968 വന്നിട്ടുള്ള ഒറിജിനൽ പ്ലാനറ്റ് ഓഫ് തീപ്സ് മൂവിയുടെ സ്റ്റോറി നമ്മൾ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതായത് ഇപ്പം കുറച്ച് നാൾക്ക് മുമ്പ് നല്ല പനിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മളത് പെൻഡിങ്ങിൽ പോയി. എന്തായാലും തീർച്ചയായിട്ടും അത് നമ്മൾക്ക് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ആദ്യത്തെ ഒറിജിനൽ പ്ലാനറ്റ് ഓഫ് തീപ്സിൻ്റെ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കറൻറ്റ്ലി ഒരു 3-4 വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി ഒരു 2 വീഡിയോ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ മെയിൻലി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരാൻ പോകുന്ന കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് തീപ്സ്, അതായത് മെയ് 10 ഈ ഒരു മൂവി ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ റിലീസായിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ആ ഒരു ട്രെയിലറിനകത്ത് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് ഈ ഒരു ട്രെയിലർ വരുന്നതിന് മുമ്പേ നമ്മൾ കുറേ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഏറെക്കുറെ സത്യമായിട്ട് വരുന്ന രീതിയിലുള്ള കുറേ ഫുട്ടേജസ് നമുക്ക് പുതിയ ട്രെയിലറിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പടത്തിനകത്ത് മെയ് എന്നുള്ള ഒരു ക്യാരക്ടർ, അതായത് ഹ്യൂമൻ ക്യാരക്ടറാണ്, നമ്മുടെ ഫ്രയ അലനാണ് അഭിനയിക്കുന്നത്. അപ്പം ഈ ഒരു ക്യാരക്ടറിന് ഈ ഒരു പടത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് ഈ രണ്ടാമത്തെ ട്രെയിലർ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സംഭവം എന്തോണം നോക്കുകയാണെങ്കിൽ, നമ്മളിതിന് മുമ്പ് പല വീഡിയോക്കകത്തും പറഞ്ഞതാണ്, ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു ഹ്യൂമൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഒരു കാലത്തിന്, അതായത് ഈ ഒരു സ്റ്റോറി നടക്കുന്ന കാലത്തിന് ചേരുന്ന ഒരു കഥാപാത്രമായിട്ടല്ല ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഇത് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സീസറിൻ്റെ ട്രയോളജി അറിയാം. അപ്പം ആ ഒരു 3 പടം നടന്ന് 300 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പടം നടക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഹ്യൂമൻസ്, അതായത് നമ്മുടെ മറ്റ് മനുഷ്യരെല്ലാം ഏകദേശം ഒരു കാട്ടുവാസി അല്ലെങ്കിൽ ആദ്യത്തെ പ്രൈമേറ്റ് ഹ്യൂമൻസ് എങ്ങനെയാണോ, അത് സംസാരിക്കാനും പറ്റത്തില്ല, ബുദ്ധിയില്ല, അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ സ്ഥിതിയിലോട്ട് മറ്റ് മനുഷ്യരെല്ലാം അവശേഷിച്ച മനുഷ്യരെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പം പക്ഷേ നമ്മുടെ ഈ ഒരു മെയ് അല്ലെങ്കിൽ ഫ്രയാലൻ്റെ ഈ ഒരു ക്യാരക്ടറിലോട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഇൻ്റലിജൻസ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ ഒരു ക്യാരക്ടർ ഇട്ടിരിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളും മറ്റും ഹ്യൂമൻസിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഈ ഒരു ക്യാരക്ടർ ഇട്ടിട്ടുള്ളത്. അപ്പം ഒന്നിൽ ഒരു ആസ്ട്രോനറ്റ് ആണെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ക്യാരക്ടർ ഇത്രയും വർഷം സ്പേസിലായിരുന്നോ അതോ ഇനി ടൈം ട്രാവൽ വല്ലതും ചെയ്ത് വന്നതാണോ എന്ന് നല്ല ഡൗട്ട് തന്നെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1968 വന്നിട്ടുള്ള ഒറിജിനൽ പ്ലാനറ്റ് ഓഫ് തീപ്സിൻ്റെ സ്റ്റോറിക്കകത്ത് നമ്മുടെ ടെയ്ലർ എന്നുള്ള ക്യാരക്ടർ ടൈം ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പ് പോയി എത്തുന്നത്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും ഒരു സംഭവം ആവാൻ നല്ല സാധ്യതയുണ്ട്. കാരണം നമ്മുടെ റീബൂട്ടായിട്ടുള്ള സീസറിൻ്റെ ട്രയോളജി, അതായത് നമ്മുടെ മുന്നേ കണ്ടിട്ടുള്ള ആദ്യത്തെ 3 പടത്തിനകത്ത് ഇതേപോലുള്ളൊരു സ്പേസ് ഷിപ്പിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഈസ്റ്റർ എഗ്ഗും അല്ലെങ്കിൽ റെഫറൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മിക്കവാറും നമ്മുടെ മെയ് എന്ന് പറയുന്നത് ഒരു ആസ്ട്രോനറ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അത് ടൈം ട്രാവൽ ചെയ്തിട്ടാണോ ഈ ഒരു 300 വർഷത്തിന് ശേഷം എർത്തിൽ വന്ന് എത്തിപ്പെട്ടുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ മെയിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എയ്പ്സിനകത്തുള്ള മെയിൻ ക്യാരക്ടറായിട്ടുള്ള നോവ എന്നുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. ഇത് സത്യത്തിൽ കൊർണീലിയസിനെ വെച്ചിട്ടായിരുന്നു കാണിക്കേണ്ടത്. കാരണം ആ ഒരു ജനറേഷൻ കഴിഞ്ഞിട്ട് പിന്നെയും 300 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ നോവനെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ലോജിക്കലി വെച്ച് നോക്കുമ്പോൾ, അതായത് 1968 വന്നിട്ടുള്ള ആ ഒരു ഒറിജിനൽ സ്റ്റോറിക്കകത്ത് നമ്മുടെ ടെയ്ലറിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ കൊർണീലിയസും, അതായത് സീസറിൻ്റെ മകനായിട്ടുള്ള കൊർണീലിയസും അതേപോലെ തന്നെ സിറ എന്നുള്ള 2 ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ സിമിലർ ആയിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് നോവയും നോവയുടെ കൂടെയുള്ള മറ്റൊരു ഫീമെയിൽ എയ്പ്പിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു സിമിലർ സ്റ്റോറി തന്നെ, അതായത് 1968 വന്നിട്ടുള്ള ആ ഒരു പടത്തിൻ്റെ ഒരു റീമേക്ക് ആണോ കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് തീപ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 80-85% അതേപോലെ തന്നെ വരാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പടത്തിൻ്റെ ഡയറക്ടർ എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 90s വന്നിട്ടുള്ള ആ ഒരു മൂവിയുടെ ഒറിജിനൽ സ്റ്റോറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ നല്ല കൺഫ്യൂസിങ് ആയിരിക്കും. കാരണം ടൈം ട്രാവലും കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് നല്ല കോംപ്ലക്സ് ആയിരിക്കും. അതുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ജേണറിൽ ആ ഒരു ഒറിജിനൽ സ്റ്റോറിനെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് തീപ്സ് കൂടെ കാണിക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നോവയുടെ ഒരു ഹൈലൈറ്റ് എടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻവെൻറ്റർ ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു 300 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു നോവ എന്തോ ഒരു നമ്മുടെ മനുഷ്യർ ജീവിച്ചിരുന്ന കാലത്തുള്ള എന്തോ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഇൻവെൻറ്റർ ആയിട്ട് ഈ ഒരു എല്ലാ ലൈഫ്സും കാണാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പടത്തിൻ്റെ വില്ലനായിട്ട് വരാൻ പോകുന്ന പ്രോക്സിമ സീസർ എന്നുള്ള ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു വില്ലൻ ക്യാരക്ടറാണ് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത ഡയറക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പ്രോക്സിമ സീസർ എന്നുള്ള ഈ ഒരു എയ്പ്പ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു തീവ്ര ഫാനാണെന്നാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ പഴയ ചരിത്രത്തിലുള്ള, അതായത് മനുഷ്യർ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പറ്റി എന്തെങ്കിലും ഒരു ധാരണയുള്ള ഒരു എയ്പ്പ് തന്നെയായിരിക്കും നമ്മുടെ പ്രോക്സിമ സീസർ എന്ന് പറയുന്നത്. അത് മറ്റേ എയ്പ്പിൽ നിന്ന്, അതായത് മനുഷ്യരുടെ ആ ഒരു പഴയ ചരിത്രത്തിലുള്ള ആ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഈ ഒരു എയ്പ്പിന് അറിയാവുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു വലിയ കിങ് ആവാൻ പറ്റുമെന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ഒരു എയ്പ്പ് ആവാൻ മിക്കവാറും നമ്മുടെ പ്രോക്സിമ സീസർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഒറിജിനൽ മനുഷ്യരുടെ ആ ഒരു പഴയ ചരിത്രവും കാര്യങ്ങളൊക്കെ മറ്റേ എയ്പ്പിൽ നിന്ന് മറച്ചു വെച്ചിട്ടായിരിക്കണം മിക്കവാറും ഇങ്ങനെ ഒരു ഭരണവും കാര്യങ്ങളൊക്കെ നടത്താൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ഒരു സംഭവം എന്തോ ഒരു കാരണത്താൽ നമ്മുടെ
നോവയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊരു ഡയലോഗ് നമുക്ക് ട്രെയിലറിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് മനുഷ്യരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നമ്മുടെ നോവ എന്നുള്ള ഏപ്പിന് പ്രോക്സിമസ് സീസർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് നമുക്കറിയത്തില്ല, പടം ഇറങ്ങുമ്പോഴേ അറിയാനും പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു പടം മൊത്തം തീർന്ന് കഴിയുമ്പോഴായിരിക്കണം മിക്കവാറും നമ്മൾ 1960s കണ്ടിട്ടുള്ള ഒരു ഒറിജിനൽ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ആ ഒരു മൂവിയുടെ എൻഡിങ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം ആ ഒരു എക്സ്പ്ലനേഷൻ കേട്ടോണ്ടിരിക്കുന്നവർക്ക് സ്പോയിലറായി പോകും, അതുകൊണ്ട് പറയുന്നില്ല. അപ്പം ആ ഒരു വലിയൊരു ക്ലിഫ് ഹാങ്ങർ സ്റ്റൈലിലായിരുന്നു ആ ഒരു ഒറിജിനൽ മൂവി കൊണ്ട് എൻഡ് ചെയ്തത്. അപ്പോൾ അതേപോലത്തെ എന്തെങ്കിലും ഒരു എൻഡിങ് ആയിരിക്കണം മിക്കവാറും ഈ ഒരു പടത്തിൽ കൂടെ അവർ കാണിക്കാൻ പോകുന്നത്. അതിന് ശേഷം വരാൻ പോകുന്ന 2 പടത്തിൽ കൂടെ ആയിരിക്കും ആ ഒരു ഒറിജിനൽ സ്റ്റോറി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പം ആരൊക്കെ നമ്മുടെ ഒരു കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് തീപ്സ് എന്നുള്ള ഈ ഒരു മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇതേപോലുള്ള ഈ ഒരു പ്ലാനറ്റ് ഓഫ് തീപ്സ് മൂവി ഫ്രാഞ്ചൈസിയായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. What a wonderful day!